ഞാൻ തങ്കരാജ് 40 വർഷങ്ങൾക്ക് മുൻപ് കാടിനോട് ചേർന്നുള്ള ഊരിൽ അല്ല കാട്ടിൽ തന്നെ ജനിച്ചു. കാടിനോടും പുഴയോടും പക്ഷിമൃഗാദികളോടും കളിച്ചും ചിരിച്ചും വളർന്നു. പുഴയൊഴുകും പോലെ ഞാനും ഒഴുകി. ആ ഒഴുക്കിനിടെ എനിക്ക് പല മാറ്റങ്ങളും സംഭവിച്ചു. കല്ലിൻ തുണ്ട് മണലായതുപോലെ. തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെയോ ഓർമ്മകൾ. ആഗ്രഹിച്ചു പോകുന്നു ആ പഴയ കുട്ടിയായിരുന്നെങ്കിലെന്ന്. എപ്പോഴും കളി. ജീവിതം തന്നെ കളിയായിരുന്നു. കളങ്കമില്ലാത്ത ചിരി ശിരുവാണി പോലെ തെളിഞ്ഞു നിന്നിരുന്നു. ആണും പെണ്ണും എന്ന വ്യത്യാസമില്ലാതെ പുഴയിൽ ചാടിക്കളിച്ചും വെള്ളം കുടിച്ചും മറ്റു പല ജീവികളോടുമൊപ്പം നീന്താൻ പഠിച്ചു. കളിക്കാൻ കളിവസ്തുക്കൾ പ്രത്യേകിച്ച് വേണ്ടിയിരുന്നില്ല. എല്ലാം കളിക്കായി ഉപയോഗിച്ചിരുന്നു. ഇലയും കല്ലും മണ്ണും പൂവും തടിയും മുറവും ചൂലും കത്തിയും അങ്ങനെയെല്ലാം തന്നെ.
ചിത്ത് ചിവി ചിത്ത് ചിവി ഈ പിള്ളേർക്ക് കണ്ണ്, ഈ പിള്ളേർക്ക് മൂക്ക്, ഈ പിള്ളേർക്ക് നുച്ച്, ഈ പിള്ളേർക്ക് തവിട്, ഈ പിള്ളേർക്ക് അരി. കരിയാനായി അടി 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 കൊണ്ടാല വിറകുതോ കാർമ വിറകുതോ പാണ്ടി ഒളിച്ചാളില്ലേ ഇതിനാ ചിത്ത് ശിവി ചിത്ത് ശിവി കണ്ണ് മൂക്ക് തവിടും വസന്തം എന്താ കരിയാനായി അടി 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 കൊണ്ടാമ വിറകുതോ കാർമ വിറകുതോ പാണ്ടി ഒളിച്ചാളില്ലേ ഇഞ്ചി മേലെ പൂ മേലെ നന്ദ നന്ദ ഇഞ്ചി പൂ മരകത വാവ നന്ദ നന്ദ ലാലേ 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 മുറുക്കു മേലെ പൂ മേലെ നന്ദ നന്ദ മുറുക്കു പൂ മരക വാവ നന്ദ നന്ദ ലാലേ 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 കുഞ്ഞാമോ ഇതാണ് കുട്ടി ഇതാ ഈ മുള്ളുടാണ് ഉണ്ടാണ് നീ ഇതാണ്ട് ഇത്തെടുക്കണം അത്തെടുക്കണം ഇതാണ് ആ ഇത് ആദ്യത്തെ ഇതാണ് എടുക്കുക ഇതാണ് ഇത്രയാണ് ഇത് ആദ്യത്തെ ഇതിലാടാ ഇതാണ് ഇത് ആദ്യത്തെ കണക്കാട്ടല്ലേ അതാണ് ഉണ്ടിയാണ് അത്തെടുക്കും അയ്യോ ആദ്യത്തെ ഉണ്ട് ഞങ്ങളുടെ ജീവിതം താളാത്മകമായതുകൊണ്ട് തന്നെ കളിയിൽ പാട്ടുമുണ്ടായിരുന്നു. പാട്ട് കളികൾക്ക് താളം പകർന്നു. ആ താളച്ചുവട് കൊണ്ട് കാട്ടിലും പുഴയിലുമെത്തി. വേണ്ടത് മാത്രം പ്രകൃതിയിൽ നിന്നെടുക്കാൻ പഠിച്ചത് അങ്ങനെയാവാം. പാമ്പ് തീണ്ടിടുമോ ലാലേ 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 മുട്ടിയോരാ പോകനെ മകനെ മുട്ടി പാമ്പ് തീണ്ടിടുമോ കല്ലോറ പോകനെ മകനെ കല്ല്
ഓ അച്ഛ വരിക്കവിടെ രാജേഷ് പോവാ കുഞ്ഞേ കുഞ്ഞേ അച്ഛ വരിക്കവിടെ രാജേഷ് പോവാ അപ്പൂസനെ വലി അപ്പൂസനെ പോയി ചോദി വെല്ലാച്ചാ അവിടെ പോയി കളിക്കടാ അങ്ങ് പിള്ളേരുടെ കൂടെ ചെല്ലടാ ആയ അല്ലേ और बाप बेगा बाप मार लापे मार मार नहीं पोगल अदा അന്നത്തെ ഭക്ഷണം ഉറപ്പായാൽ മുതിർന്നവരും ഞങ്ങളോടൊപ്പം കളിക്കാൻ കളിപ്പിക്കാൻ പാട്ടുപാടാൻ കൂടിയിരുന്നു. റായിക്കാടും ചാമക്കാടും എന്നു വേണ്ട എവിടെ വെച്ചും അവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു എൻ്റെ അച്ഛൻ എനിക്ക് ഉണ്ടാക്കിത്തന്ന തടിച്ചക്രത്തിൻ്റെ വണ്ടി. കളിയിൽ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. ആ കൂട്ടായ്മ തന്ന ധൈര്യം എന്തിനേയും നേരിടാൻ പഠിപ്പിച്ചു. പലപ്പോഴും പുലിയെയും കരടിയെയും കണ്ടിട്ടും പതറാതിരുന്നത് ആ സംഘബോധത്തിൽ നിന്ന് വന്ന ഊർജം കൊണ്ടാവാം. ചക്കെ
അതിപ്പോ ഒന്നടിക്കും വ്യവസായത്തിന് കാണാൻ വ്യവസായ കൊളക്കൊളക്കോ ആ മതി ഞാൻ കൊച്ചാത്തേ പൊട്ടക്കോട്ടി ആടിയില്ലതിന് അല്ല അച്ഛരി കൂട്ടം അടിച്ചു വന്നതിനെ അച്ഛനാണ് മെല്ലെടുത്തത് ലൈനടി സാധനമൊക്കെ കളിച്ചിട്ടുണ്ട് ഇങ്ങനെ അടിച്ചിട്ട് പന്തെടുത്തിട്ട് കുട്ടിങ്കോലോ? കുട്ടിങ്കോലല്ല, കുട്ടിങ്കോൽ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് മറ്റേ ഇത് പന്ത് തുണി കൊണ്ട് ചുറ്റിട്ടേ അതും കളിച്ചിട്ടുണ്ട്. കളിപ്പന്ത് എന്താ പറയുന്ന അറിയില്ല. ഞങ്ങള് ഏട്ടന്റെ ഭാര്യ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ കുതിച്ചാടും, അപ്പൊ അവിടെ പോയി മുട്ടും. അങ്ങനെയൊക്കെ ഒരു കളിയുണ്ട്. ഏട്ടന്റെ ഭാര്യ അവിടെ നിൽക്കുമ്പോ ഇങ്ങനെ വരും, ഇങ്ങനെ വരും, നമ്മൾ ഇങ്ങനെ തട്ടുന്നത്. അങ്ങനെയൊക്കെ രസകരമായ ഒരു കളിയാണ്. അപ്പൊ എന്തായാലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ ചെയ്യും? ഏയ് ഒന്നുമില്ല, ഒന്നും പറയില്ല. അത് സന്തോഷമായിട്ട്. ഇപ്പൊ ഒന്നും അങ്ങനത്തെ കളിയില്ല? കളിയൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ കളിക്കാറില്ല. കളി മനസ്സിനെ കുളിർപ്പിക്കാനായിരുന്നു. ജയവും തോൽവിയും അതിലില്ലായിരുന്നു. കാലമെന്നെ പുതിയ ഭാഷയും സംസ്കാരവും അക്ഷരവും പഠിപ്പിച്ചു. കളിയിലെ മത്സരം എന്ന കാര്യം ഒഴുക്കിലെവിടെയോടിച്ച് പഠിച്ചതാണ്. അവരുടെ ഊരുകളിൽ നിന്ന് തന്നെ അങ്ങനെ പഠിച്ചു വന്നിട്ടുള്ള ആളുകളെ കാണുമ്പോൾ എന്റെ കുട്ടി ഇതുപോലെ ആകണം, ഞങ്ങളും രക്ഷപ്പെടണം, ഊരിന്റെ ചട്ടക്കൂട്ടിൽ നിന്നൊക്കെ പുറത്ത് കിടന്ന് മറ്റുള്ളവരെ പോലെ ജീവിച്ച് മുന്നേറണം എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവര് മക്കളെ വിടാനായിട്ട് ഇപ്പൊ ഇൻട്രസ്റ്റ് കാണിക്കണം. അവരുടെ ഭാഷ ആദിവാസി ഭാഷ, അവർക്കൊരു പ്രത്യേക തമിഴ് ഉൾപ്പെട്ട ഒരു ഭാഷയാണ്. പക്ഷെ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നതിനും നമുക്ക് മലയാളം അറിയുന്ന ടീച്ചേഴ്സാണ്. ആ ഭാഷയിൽ ടീച്ചേഴ്സ് എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ആയിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷന് ഇത്തിരി ബുദ്ധിമുട്ടാണ് ക്ലാസ്സുകൾക്ക്. അവരവരുടെ ഭാഷയിൽ തന്നെയാണ് ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കളികളിപ്പോ നമ്മൾ ആവശ്യപ്പെട്ടാലാണ് അവർ ചെയ്തത്. പഠനം മാറ്റി നിർത്തിയിട്ട് ബാക്കി എന്തെല്ലാം ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കണോ അതിലൊക്കെ മുന്നേറാൻ തയ്യാറപ്പൊ കഴിഞ്ഞ സ്പോർട്സ് ആയിരുന്നു. അപ്പൊ അതിലൊക്കെ നല്ല അവര്
കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ജനറൽ നോളജ് ഉണ്ട്. കാട്ടിന്റെ വിഭവങ്ങൾ ഉപയോഗിച്ചാൽ ശരീരത്തിന് അതൊക്കെ എങ്ങനെ ഗുണം ചെയ്യും. വിദ്യാഭ്യാസം കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നഷ്ടമാകുകയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇതില് ആട്ടും പാട്ടും അങ്ങനത്തെ ഒന്നും ഇപ്പൊ ഇതിലില്ല. പറഞ്ഞാ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇതിനെ കുറിച്ച് അറിയുന്നവരൊക്കെ ഇപ്പൊ ഇല്ലാണ്ടായി. അതിനെക്കുറിച്ച് പഠിക്കാനും ആൾക്കാർ ഇപ്പോഴത്തെ കുട്ടികൾ തയ്യാറാവുന്നില്ല. എന്നാൽ അവർക്ക് ചിലപ്പോൾ അവസരം കിട്ടാഞ്ഞിട്ടായിരിക്കും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാത്തതിന്റെ ഇത്. ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ വല്ല ട്രെയിനിങ്ങും അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അവർ ശരിയാവും. 1ാം ക്ലാസ്സിൽ ചേർത്തുമ്പോൾ അവർ 5 വയസ്സ് വരെ വീട്ടിൽ നിന്ന് അകന്നു പോകുന്നൊരിതാ. അപ്പൊ അവര് പറയണതൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്കൊക്കെ പറ്റിയിരുന്ന ഒരു അനുഭവമാണ്. അപ്പൊ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളില് അതേ സമയത്ത് 1ാം ക്ലാസ്സിലെങ്കിലും മൂട കുട്ടികളുടെ ഇത് തന്നെ പറഞ്ഞു കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാണെങ്കിൽ അവരെന്തായാലും മുന്നോട്ട് പോകും. നമ്മളുടെ ഒരു ഇടപെടൽ ഇല്ല എങ്കിൽ ഇവരുടേതായ കളികളാണ് ഇവർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഭാഷ നമുക്കറിയണം. അറിഞ്ഞില്ലെങ്കിൽ മലയാളം മാത്രം പറഞ്ഞാല് ഇവരിപ്പോ നമ്മൾ നോക്കുക എന്ന് പറഞ്ഞാൽ ഇവർ നോടുക. പിന്നെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ ബാഫേ എങ്ങനെയൊക്കെയുള്ള അവരുടെ അത് നമുക്കറിയണം. അതുപോലെ ഇപ്പൊ ഒന്നിന് പോകണം എന്നുള്ള പറയണത് ഇച്ചിരി മുതിർന്ന കുട്ടിയാണ് ഒന്നിന് പറയാം, അല്ലെങ്കിൽ സാറേ ഉച്ചാട്ടാൻ പോകണം എന്ന് പറയും. സാധാരണഗതിയില് എനിക്ക് ആദ്യം ഒരു വർഷം അങ്ങനെ ഒരു അബദ്ധം പറ്റി. എന്നാ ചേട്ടൻ ഒരു കുട്ടി ഇരുന്നിട്ട് പറഞ്ഞു സാറേ ഉച്ചാട്ടം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉച്ചയാവട്ടെ, ഭക്ഷണത്തിനായിരിക്കും, കഞ്ഞി വെക്കുന്നുണ്ടല്ലോ, അപ്പൊ ഉച്ചയാവട്ടെ എന്ന് ഞാൻ ധരിച്ചിരുന്നു. പക്ഷെ അത് ഇവരുടെ ഭാഷ മനസ്സിലാക്കിയപ്പോഴാണ് മൂത്രമൊഴിക്കാൻ പോകണം എന്നാ പറഞ്ഞെന്നുള്ളത്. ഇവരുടെ ഊരിലെ കളികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. ഇവര് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഓരോ സാധനങ്ങളും ഓരോ ഉപകരണങ്ങളും ഇവര് തന്നെ ഉണ്ടാക്കും. ഇപ്പൊ ഈ ഊഞ്ഞാല് നമ്മള് സാധാരണ കെട്ടുന്ന ഊഞ്ഞാല് വള്ളി കൊണ്ട് ഇവര് ഊഞ്ഞാല് കെട്ടും. അവര് ഇതിനെ പിന്നെ ദൂരി എന്നാ പറയാ, ഊഞ്ഞാല് കെട്ടാന്ന് ദൂരി. അതുപോലെ തന്നെ ഇവര് ഈ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബാലൻസ് ചെയ്ത് കളിക്കില്ല, വേറെ സൈസ്. അപ്പൊ നടുക്കൊരു ഇത് വെച്ചിട്ട് ഒരു മുളങ്കമ്പം കുഴിച്ചിടും. മുളങ്കമ്പ് കുഴിച്ചിട്ട് വേറൊരു മുളങ്കമ്പ് അതിലേക്ക് ഇങ്ങനെ തുളച്ചിട്ട് അതിലേക്ക് ഞാൻ ഫിറ്റ് ചെയ്യും. എന്നിട്ട് 2 സൈഡിൽ ഇരുന്നിട്ട് ഇവരിങ്ങനെ വട്ടം കറങ്ങും. ഒന്ന് അതുപോലെ തന്നെ ഇവര് ഈ വണ്ടി ഉണ്ടാക്കും. വണ്ടി ഉണ്ടാക്കാന്ന് വെച്ചാൽ ഒരു മുളങ്കമ്പ് അങ്ങോട്ട് തുളച്ച് വെച്ച് അതില് വേറൊരു കമ്പ് ഇങ്ങനെ പിന്നെ വെട്ടി റെഡിയാക്കി അതിലൊരു ചക്രം ഇടും. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 3 ചക്രം, പുറകിൽ 2 ചക്രം, മുമ്പ് ചക്രം. എന്നിട്ട് ഇവര് ഇറക്കത്തിക്കൂടെ അങ്ങോട്ടും പോകുന്നുണ്ടല്ലോ, നല്ല എക്സ്പ്രസ് പോണ പോലെ പോകും. അത് ഇവര് തന്നെ അത് ഉണ്ടാക്കിയെടുക്കും. അത് എത്ര ചെറിയ കുട്ടികളാണേലും. അതുപോലെ തന്നെ ഈ ഒരു മുളയുടെ കമ്പ് ഇങ്ങനെ വെട്ടിയിട്ട് 2 സൈഡും തുളയായിരിക്കുമല്ലോ. എന്നിട്ട് ഒരു സൈഡില് ഒരു കമ്പും കൊണ്ട് ഇങ്ങനെ ഒരു മണ്ണിന്റെ ഇതിങ്ങനെ കുഴച്ച് ഒരു സൈഡിൽ ഇങ്ങനെ വെക്കും. ഒരു സൈഡിൽ വെച്ചിട്ട് മറുവശത്തുനിന്ന് ഇവരിങ്ങനെ അങ്ങനെ കുത്തുമ്പോ ടേ എന്ന് പറഞ്ഞ് വെടി പോണ പോലെ. അതുപോലെ തന്നെ പക്ഷികളെ പിടിക്കാൻ അവര് ഒരു ഇത്രയും നീട്ടമുള്ള ഒരു ഓടയുടെ കമ്പുണ്ടാക്കും. അത് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. എന്നിട്ട് നല്ല മണ്ണ് ഇങ്ങനെ കുഴച്ചുകൊണ്ട് നടന്നിട്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഊതും. ഊതി കഴിഞ്ഞാൽ കറക്റ്റ് പോയിന്റിൽ ഇങ്ങനെ പക്ഷിക്കിട്ട് കൊള്ളുകയും പക്ഷി ചാവുകയും ചെയ്യും. അതെത്ര ഒന്നെഴുത്. ഇനി 2 വായിക്കട്ടെ, ശരിയായിരുന്നോ? ഇനി 2 എഴുത്. അതൊന്ന്. ഇനി 2 എഴുത്. ഇനി ഒരു 3 എഴുത്. എണ്ണുമ്പോ തന്നെ 3 കിട്ടില്ല. 4 എഴുതുന്നത്. മുട്ടുക്ക ശരിയാണ് കേട്ടോ. ഇപ്പോ കുട്ടികളെ കാണുമ്പോൾ വിഷമം തോന്നുന്നു. പാട്ടും കളിയും നഷ്ടമായവർ. നീട്ടിവലിച്ചെഴുതുന്ന അക്ഷരങ്ങളുടെയും കണക്ക് കൂട്ടലുകളുടെയും ഇടയ്ക്ക് സ്വാതന്ത്ര്യവും സംസ്കാരവും നഷ്ടപ്പെട്ട് കാട്ടിൽ നിന്നും കളിയിൽ നിന്നും അവരിപ്പോൾ വളരെ ദൂരെയാണ്. മുടുകരുടെ ജീവിതത്തിനുമപ്പുറം.